പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ഇട്ടായിരുന്നേ അബൌട്ട് ഓൾഡ് ഫ്രണ്ട്സ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് വിട്ടു, അവരുടെ തോട്ട്സ്, അവരുടെ പഴയ കൂട്ടുകാരെ പറ്റിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരികൾ, നമുക്കിപ്പോൾ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എൻ്റെ 3 കൂട്ടുകാരികൾ ഒരു ടോക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരാണ്. ആദ്യത്തെ ടോക്ക് എൻ്റെ എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പേര് ലേഖ. ലേഖ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കും. എനിക്കന്ന് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് മാത്സിലും ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ലേഖ. ലേഖയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. അവിടെ ഒരുമിച്ചിരുന്ന് എന്നെ പഠിപ്പിക്കുമായിരുന്നു ലേഖ. അന്ന് ലേഖയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കയ്യിൽ നിന്ന് എന്താ പറയുന്നത്, അമ്മ ഉണ്ടാക്കി ഒരുപാട് നല്ല വിഭവങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ നല്ല പുഴയുണ്ട്. അപ്പോൾ അവിടെ പുഴയിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് ഓർക്കുന്നു ഇപ്പോഴും. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫേസ് ഇപ്പോഴും ഉണ്ട്. ലേഖയ്ക്ക് ചേച്ചിയുണ്ട്, അനുജനുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കുടുംബമായിട്ട്. എന്നാൽ ലേഖയുടെ ഒരു ടോക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോലെ തന്നെ നേഴ്സാണ്. മൈഥിലി എന്നാണ് പേര്. മൈഥിലി റിട്ടയർ ചെയ്തത് ശരിക്കും കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരുപാട് പ്രൊമോഷനൊക്കെ കിട്ടി ഒരു ഹയർ പോസ്റ്റിൽ നിന്നാണ് മൈഥിലി റിട്ടയർ ആയത്. ഇപ്പം ഞങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആക്റ്റീവാണ് ഞങ്ങൾ. എപ്പോഴും എന്ത് കാര്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞാലും മൈഥിലി അതിനെപ്പറ്റി വർണ്ണിച്ച് അതിന് നല്ല അറിവാണ് പറയാനായിട്ട്. അപ്പം മൈഥിലി എന്താ പറഞ്ഞതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഹൗസ് വൈഫായ ഷീബ. ശരിക്കും നമ്മൾ ആരുടെയും ചോദിക്കുമ്പോൾ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. അപ്പം നമ്മൾ വിചാരിക്കും പണിയൊന്നുമില്ല എന്ന്. എനിക്കൊന്ന് ഏറ്റവും വലിയ പണി ഹൗസ് വൈഫ് തന്നെയാണ്. സിക്ക് ലീവ് ഇല്ല, ഹോളിഡേ ഇല്ല, വേറെ അവധികളൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ വീട്ടിൽ സജീവമായിട്ട് കിച്ചണിലായാലും ബാക്കി പണികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഷീബയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ചാരിറ്റിയിലാണെങ്കിലും എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് നിൽക്കുന്നതാണ് ഷീബ. അപ്പോൾ ഷീബയും മൈഥിലിയും കൂടി ഒരു ടോക്ക് ഉണ്ട്, പിന്നെ ലേഖയുടെ ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കൂട്ടുകാരി ലിസി ഒരു വീഡിയോ ചെയ്തായിരുന്നു ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, ഓൾഡ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫ്രണ്ട്സ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സ്നേഹമുള്ള ഒരു കൂട്ടരാണ്. നമ്മുടെ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ന്യൂ ഫ്രണ്ട്സ് കവിതയും ഓൾഡ് ഫ്രണ്ട്സ് ആൽഫബറ്റുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രയോ കാലം മുമ്പ് അദ്ദേഹത്തിന് അത് മനസ്സിലായി. സത്യമാണ്. ആൽഫബറ്റ്സിലെ ഒരക്ഷരത്തിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്ന് മാത്രമല്ല ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസും അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് എത്രത്തോളം ഗുണകരമാവുന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരെയും പറ്റി അന്ന് ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ ഒരു ഗ്രാമത്തിലുള്ളതാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ആ സ്കൂളിലാണ് പഠിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമുക്കറിയാം, അവരുടെ കുടുംബം അറിയാം, അവരെ കുടുംബാംഗങ്ങളെ എല്ലാം അറിയാൻ പറ്റും. എൻ്റെ അമ്മ 84 വയസ്സുള്ള എൻ്റെ അമ്മ ഇപ്പോഴും ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ച് വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആഴം പരപ്പ് ഇപ്പോഴും അമ്മ എല്ലാവരുടെയും പേര് ഓർത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാവരും എത്ര ആഴത്തിലുള്ള സ്നേഹബന്ധമായിരുന്നു എന്ന് ചോദിച്ചു നോക്കും. നമ്മളൊരു ഇടക്കാലത്ത് ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു, ഒരു കോണ്ടാക്റ്റ് കുറഞ്ഞു. ഏറ്റവും അടുത്തവരല്ലാതെ ആരുടെയും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അന്ന് മൊബൈൽ ഫോൺ പോയിട്ട് ഒരു ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിത തിരക്കിൽ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കോണ്ടാക്റ്റ് ചെയ്തില്ല. പിന്നീട് ഒരു 50 വയസ്സൊക്കെ ആവാനായപ്പോഴാണ് ലിസി എല്ലാവരെയും കണക്ട് ചെയ്ത് എല്ലാവരുടെയും ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ പിന്നെ അതിൽ ഭയങ്കര ഒരു അടുപ്പം വന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം 10ാം ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്. അതുപോലെ തന്നെ ലിസി ലണ്ടനിലെ നേഴ്സാണ്, എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ ദുബായിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിൻ്റെ പല ഭാഗത്തുമായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ തമ്മിൽ ഇപ്പോൾ ഭയങ്കരമായൊരു അടുപ്പവും കൂട്ടായ്മയുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ കാണും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിൽ ഇടയ്ക്ക് ആരുടെയെങ്കിലും നമ്മൾ 10ാം ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ ഫോൺ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ ഓഫീസിൽ ചോദിക്കും,
10ൽ പഠിച്ചവരായിട്ട് ഇപ്പോഴും ഇത്ര കോണ്ടാക്റ്റ് ഉണ്ടോ, അത്രയ്ക്ക് അടുപ്പമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ നല്ല അഭിമാനത്തോടെ പറയും ഞങ്ങൾ ഭയങ്കര അടുപ്പത്തിലാണ്, ഞങ്ങൾ ഇപ്പോഴും കൂടാറുണ്ട്, കാണാറുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഇതൊരു അത്ഭുതമാണ്. എല്ലാ സ്കൂളുകളിലും ഓൾഡ് സ്റ്റുഡൻസ് യൂണിയനൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിൽ എല്ലാ ബാച്ചുകാർക്കും ഇപ്പോൾ ഇതുപോലെ 10ാം ക്ലാസ് കൂട്ടായ്മയുണ്ട്. അത് ഇത്രത്തോളം ശക്തിയായിട്ട് അല്ലെങ്കിൽ ഇത്ര ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ സ്കൂളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളെ ഓൾഡ് സ്റ്റുഡൻസിനെ പറ്റി ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും തീരില്ല. നമുക്ക് എത്രത്തോളം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റണ ഒരു വിഷയമാണ്. നമ്മൾ അത്ര ആഴത്തിൽ അന്നത്തെ സൗഹൃദം എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാമുദായിക അല്ലെങ്കിൽ ജാതിപര ഒന്നും ഒരു വ്യത്യാസമില്ല. ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീട്ടുകാർക്കറിയാം. ഫ്രണ്ട്സിൻ്റെ കുടുംബത്തിന് അവിടെ ഉള്ളവരെല്ലാവരെയും നമുക്കും അറിയാം. അത്രയൊരു സൗഹൃദം ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നീട് ഇപ്പോഴും നമ്മളതേ സൗഹൃദം തുടർന്നു പോകുന്നു. നമുക്കതൊരു ഭയങ്കര ഒരു നമ്മളെ എന്ത് കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കുന്നതും പറയണതും നമ്മുടെ ഗ്രൂപ്പിലാണ്, 10ാം ക്ലാസ് ഗ്രൂപ്പിൽ. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ അസുഖങ്ങൾ പല പല വിഷമങ്ങളും മാനസികാവസ്ഥകളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ. നമ്മളപ്പോൾ ഇവരുമായിട്ടൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ അവസ്ഥയൊക്കെ മാറി നമ്മുടെ പ്രായവും മറന്ന് നമ്മൾ ആ പഴയ 15കാരിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ ഒരു സന്തോഷം അത്. അപ്പോൾ അതെത്രയോ കാലം മുമ്പ് ഷേക്സ്പിയർ കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിനെക്കാട്ടും ഉപരി നമ്മുടെ അങ്ങനെ ഒന്ന് ആലോചിച്ച് വരുമ്പോൾ നമ്മുടെ അന്നത്തെ കുറേ കൂട്ടുകാരുണ്ട്. എല്ലാവരെയും പറ്റി പറയണമെങ്കിൽ 1-2 പേരെ ഒന്ന് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞാൻ ലിസിയും ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5-ൽ 6-ലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളൊരു പാടത്തിൻ്റെ നടുക്കുള്ള ഒരു കനാലിൽ കൂടെയാണ് ഞങ്ങൾ സ്കൂളിൽ പോകണമെന്ന് വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ കനാലിൻ്റെ തീരത്തു കൂടെ വരും. കനാലിൽ വെള്ളം ഉണ്ടാവും, വെള്ളത്തിൽ ചാടും, വെള്ളം മേത്ത് തെറിപ്പിക്കും. അങ്ങനെയൊക്കെ വന്ന ഒരു കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ വന്നാൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ്, ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്തായാലും ഉണ്ടാവും. മിക്കവാറും അതിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്. അത് മുഴുവനും പറഞ്ഞു തീരണമെങ്കിൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരും. അത്ര ഒരു സന്തോഷമുള്ള കാലഘട്ടമാണ്. നമുക്കിപ്പോഴും അന്നത്തെ കാര്യങ്ങളൊക്കെ എത്ര ഓർമ്മയിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴം, ആ പഴയ സ്റ്റുഡൻസിൻ്റെ ഒരു സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ബിന്ദു ടി പി, സുപ്രിയ, ഉഷ, ശ്രീകല, അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. ബിന്ദു ഞാൻ 5ാം ക്ലാസ് തൊട്ട് കോളേജിൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ നിമിഷം വരെ ഭയങ്കര കോണ്ടാക്റ്റ് മുറിഞ്ഞതുമില്ല. ഞങ്ങൾ അത്ര എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ചു പോയി. അങ്ങനെ എല്ലാവരുമായിട്ട് ഇപ്പോൾ നല്ല സൗഹൃദത്തിലും കൂട്ടായ്മയിലുമാണ്. നമ്മൾ ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങൾ പറയും, ചിരിക്കും, സന്തോഷവും സങ്കടം എല്ലാം പങ്കുവയ്ക്കും. അത്രയൊരു ഭയങ്കര നമുക്ക് ഏത് നാട്ടിലിരുന്നാലും ഇപ്പോൾ എവിടെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അവർ വരുമ്പോൾ കൂടുക അല്ലെങ്കിൽ കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്. അതിനെക്കാട്ടിലും നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സാണല്ലോ 10ാം ക്ലാസ്സുകാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാം, അവരുടെ കുടുംബം അറിയാം. നമുക്ക് അത്രത്തോളം അടുപ്പം വന്ന ആ സുഹൃത്തുക്കളെ പറ്റി പറയണമെങ്കിൽ ഇതുപോരാ, ഒരു ദിവസം പോരാ. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും വിലമതിക്കാനാവാത്ത അത്ര സൗഹൃദമാണ്. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ അവരുമായിട്ടുള്ള ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തൊക്കെ പറയണ്ട, ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് തോന്നി. സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ലിസിയുടെ ഫ്രണ്ട്സാണ്. ഞാൻ ഷീബ, ഞാൻ മൈഥിലി. ഞങ്ങൾ ലിസിയുടെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചവരാണ്. അപ്പോൾ ലിസിയുടെ നേച്ചേഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ ലിസി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ലിസി പിടിക്കുന്ന പുതിയ കാര്യങ്ങളും കൂടുതൽ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സംഗതിയാണത്. നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിനെ കുറിച്ച് ഉള്ള ഷെയറിംഗ് ആണ്. ആ എക്സ്പീരിയൻസും ആ കാലത്തെക്കുറിച്ച് ഓർക്കുന്നതൊക്കെ നമുക്ക് വളരെ രസകരമായ അനുഭവങ്ങളാണ്. അപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ പറയാറ് എന്ന് പറഞ്ഞ പോലെ
നമ്മൾ ആ ഓൾഡ് ഫ്രണ്ട്സിനെ സ്മരിക്കുന്ന രീതിയിൽ ഉള്ളൊരു സംഗതിയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും ഷീബയും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഞങ്ങൾ അത് തുടരുന്നു. ഷീബ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തുടങ്ങാം. ഞങ്ങൾ രണ്ടാളും ആത്മസുഹൃത്തുക്കളാണ്. ലിസിയുടെ സെയിം ലിസി ഞങ്ങളെ കൂടി ആദ്യം തന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്. അവിടെ 1 തുടങ്ങി 4 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറമുള്ള സ്കൂളിൽ CRHS സ്കൂളിൽ ഞങ്ങൾ 5 തുടങ്ങി 10 വരെ പഠിച്ചു. ആ സൗഹൃദം ഞാൻ മൈഥിലിയും ആദ്യമേ എന്നുള്ള സൗഹൃദം ആ സ്കൂളിൽ വെച്ച് ഇവിടുന്ന് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ്. അന്നത്തെ പോക്കും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവസാനിക്കില്ല. ആ സൗഹൃദം ഇപ്പം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും ഷേക്സ്പിയർ അത് പറഞ്ഞിരുന്ന ഒരു ടീം ഏറ്റെടുത്ത് പറഞ്ഞല്ലോ, old friends is an alphabet and example of alphabet, and new friends an example of poem എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഓരോ ആൽഫബറ്റും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. അതേപോലെ നമ്മുടെ ആ പഴയ സൗഹൃദത്തിൻ്റെ ആ മാധുര്യവും അതിൻ്റെ എനിക്ക് പ്രവചിക്കാൻ തന്നെ അറിയില്ല. നന്മ, ഒത്തിരി നന്മ. ഇന്നത്തെ സൗഹൃദവും അന്നത്തെ സൗഹൃദവും തമ്മിൽ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നൊക്കെ പെട്ടെന്ന് മഴയത്ത് മുളയ്ക്കുന്ന കൂണ് പോലെ സൗഹൃദങ്ങളുണ്ടാവാം. അത് നിമിഷ നേരം കൊണ്ട് തന്നെ അത് അടാ പോടാന്ന് പറഞ്ഞ രീതിയിൽ അത് പോകും. പണ്ടങ്ങനെ ആത്മാർത്ഥമായ ഒരു സൗഹൃദമായിരുന്നു. എന്തും നമുക്കൊരു വേദന വന്നാലും ഒരു സന്തോഷം വന്നാലും ഓടി ചെന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ആത്മസുഹൃത്തുക്കളെ ഉണ്ടാവുള്ളൂ. അവരപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതങ്ങനെയാണോ, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ അവരപ്പോൾ ഷെയർ ചെയ്യും. ഒരു ദുഃഖമാണെങ്കിൽ അത് പോട്ടേടി, അതൊക്കെ ഇപ്പോൾ അല്പം നേരത്തേക്കല്ലേ, ഇതൊന്നും സ്ഥിരമല്ലല്ലോ, ഇതൊക്കെ നൈമിഷികമാണ്, അതൊക്കെ മാറിക്കോളൂ എന്ന് പറയുന്ന ഒരു സാന്ത്വന വാക്ക് കിട്ടാൻ നമുക്ക് ആ പഴയ സൗഹൃദത്തിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ അവിടുത്തെ ഒരു മോൻ, ഞങ്ങളിലൊക്കെ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ളൊരു മോൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് ഞങ്ങളുടെ സ്കൂളിലുണ്ടായ ഒരു മഹാസംഗമം. അല്ലല്ല, മഹാസംഗമത്തിൻ്റെ മെഗാ മീറ്റ് ഞങ്ങളുടെ സ്കൂളിൽ നടത്തുകയുണ്ടായി. ആ സ്കൂൾ മെഗാ മീറ്റിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ബാച്ചിലുള്ള നല്ല കുറേ കൂട്ടുകാർ ചേർന്ന് ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രത്യേകം ഉണ്ടാക്കി. ഞങ്ങളുടെ ബാച്ചിൻ്റെ 83യുടെ ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്ന് വളർന്ന് പന്തലിച്ച് എന്താ പറയുക, വടവൃക്ഷം പോലെ നിൽക്കുക. ഈ 83 ബാച്ചിലെ സ്റ്റുഡൻസ് ഇന്ന് ലോകം മുഴുവൻ പരന്നു കിടക്കുക. അമേരിക്ക തുടങ്ങി, ദുബായ് തുടങ്ങി, ലോകമെമ്പാടും, ഇന്ത്യയുടെ പല ഭാഗത്തും, കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെങ്കിലും ഈ വാട്സാപ്പ് കൂട്ടായ്മ കൂടി ആ ബന്ധം നിരന്തരം നമ്മൾ അതിങ്ങനെ തേച്ച് മിനുക്കി ഒരു ഓട്ടുപാത്രം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ സ്വാതന്ത്ര്യം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ ഈ ഏറ്റവും ആദ്യം ചെന്ന് പറയുന്നത് ബന്ധുമിത്രാദ്യം മറ്റാരുമല്ല, ഏറ്റവും ആദ്യം നമ്മൾ 83 ബാച്ച് തുറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവരോട് പറയും ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സന്തോഷമായാലും ദുഃഖമായാലും അവർ ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ മനസ്സ് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും കാലത്ത് വാട്സാപ്പ് തുറന്ന് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഇന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആവുകയാണ്. നമ്മുടെ മനസ്സിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം പമ്പ കടന്ന് നമ്മൾ നല്ലൊരു ഹാപ്പി മൂഡിലേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഫ്ലോറൻസ് നൈറ്റിംഗേളായ ലിസി ഞങ്ങളുള്ള കൂട്ടുകെട്ട്. ഇപ്പോൾ ഇവളും മറ്റൊരു ഫ്ലോറൻസ് നൈറ്റിംഗേളാണ്. ലിസിയും മൈഥിലിയാണ് ഞങ്ങളുടെ ബാച്ചിൽ നഴ്സായിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണേ. വേറെ എല്ലാവരും വിവിധ പ്രൊഫഷൻസ് ആയിട്ട് പോയി. അപ്പോൾ ആയുർവേദ നഴ്സുണ്ട് ലീന, ആയുർവേദ നഴ്സ്, അങ്ങനെ പല ഒത്തിരി പ്രഗത്ഭന്മാരുള്ളൊരു ബാച്ചാണ് 83. അതിൽ പല ഇതിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ എല്ലാവരും അവരെ നയിക്കണ പോസ്റ്റ് എന്തെന്നുള്ളതല്ല, അവരുള്ള സ്നേഹത്തിൻ്റെ ആ കണികയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴും കൂട്ടായി നിർത്തുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ അടുത്തറിഞ്ഞത് നമ്മുടെ മലവെള്ളക്കാലത്തിലാണ്. ഞാൻ മലവെള്ളക്കാലം വരുമ്പോൾ ഒരാഴ്ച മുൻപ് മറ്റാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഷീബയാണ് അതുപോലെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണമായിരുന്നു. ഷീബയാണ് എന്നെ അതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഷീബ എന്നെ ആഡ് ചെയ്തു. വളരെ വളരെ എന്താ പറയാനില്ല. ആ മലവെള്ളക്കാലം 2018 മലവെള്ളം നമ്മളുടെ വീടിനെയും ഷീബ ഇരിക്കുന്ന ഈ വീടും എല്ലാം നല്ല ഭംഗിയായിട്ട് മുങ്ങി, അത്രേ പറയാനുള്ളൂ. മുങ്ങി നാടൊട്ടൊക്കെ മുങ്ങിയ കൂട്ടത്തിൽ എൻ്റെ വീടുമൊക്കെ മുങ്ങിപ്പോയ സാഹചര്യത്തിൽ ഞാൻ ഈ മലവെള്ളപ്പാച്ചിലെല്ലാം
ടെലിവിഷനിൽ കൂടെ കണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കയറി മലവെള്ളത്തിൽ കിടന്ന് നിങ്ങളത് അനുഭവിക്കുമ്പോൾ ഞാൻ ഓൾ വേൾഡ് ഇങ്ങനെ ടി വിയിൽ കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കാരണം. ആ സമയത്ത് വലിയ സഹായങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ ശേഷവും മുൻപും അതിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സഹകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഈ 18 മലവെള്ളത്തിൽ ഈ 81 ബാച്ച് ഫ്രണ്ട്സിൻ്റെ ആ ഒരു പങ്ക് പറയാനില്ല. ഒരുപാട് പേർക്ക് സഹായങ്ങൾ ജീവിക്കാൻ. അതിനിടയ്ക്ക് നമ്മുടെ ഫോണിൻ്റെ ഇതൊക്കെ നിലച്ചെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്ന വിധത്തിൽ ഒരേ കൂട്ടുകാരും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അടുപ്പിൽ പുകയാൻ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, തീ പുകയില്ലാത്ത അടുപ്പൊന്ന്, അതേപോലെയായിരുന്നു അന്നത്തെ കാലത്ത്. ആ സമയത്തും ഒരു കൈത്താങ് പോലെ നമ്മുടെ കൂട്ടുകാർ അത് ഒന്ന് നിലച്ച് കഴിഞ്ഞപ്പോൾ, മഴവെള്ളത്തിൻ്റെ ആ ഭയങ്കര ക്രൂരമായ താണ്ഡവം ഒന്ന് നിലച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ അടുത്ത് ഓടി വന്ന് ഫസ്റ്റ് നമുക്ക് അല്ലേ ഒരു സഹായം തരികയും ഒരേ വീടുകളിൽ ആരൊക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ വന്നത്. മുണ്ട് തുടങ്ങി ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്ന് പറയില്ല, അതേപോലെ ഒരു കിറ്റ് എല്ലാ വീട്ടിലും കൊടുത്ത് ഈ മഴവെള്ളം കയറിയ വീടുകളിലൊക്കെ ഓരോ സാന്ത്വനം എന്നോണം തന്നെ നമ്മുടെ കൂട്ടുകാർ എത്തി എന്നുള്ളതാണ്. അന്ന് നമുക്കത് ഭയങ്കര ആശ്വാസമാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് താമസിച്ച് അവിടെ നിന്ന് എല്ലും തോലുമായിട്ട് ഇറങ്ങി വന്ന് മാനസികമായിട്ടും വിഷമിച്ച് എടുക്കാനില്ല, ഉടുക്കാനില്ല, ഇടാനില്ല, ഒരു പാത്രമില്ല, എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയി, ഒന്നുമില്ലാത്ത ആശരണം. ഇന്നിപ്പോൾ ഭിക്ഷക്കാരെ യാചിച്ച് വരുന്ന പോലെ വീട്ടിൽ ചെന്ന് ആ വെള്ളം കയറി വീട്ടിൽ ചെന്ന് ഒരു യാചകൻ്റെ ഇതിലിരിക്കുന്ന സമയത്താണ് ഈ ചെറിയൊരു സഹായമൊക്കെ നമുക്ക് എത്തുമ്പോൾ അത് ചെറുതല്ല, അത് ഏറ്റവും വലുതാണ്. വിലമതിക്കാനാവാത്ത ഒരു സഹായം തന്നെയല്ല. അവര് കരകളിൽ അധികം വെള്ളം ഏൽക്കാത്ത സ്ഥലത്തു നിന്നുള്ളവർ വന്ന് വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിച്ച ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഈ CRHS ഗ്രൂപ്പിന്റെ ഇത്ര ബലപ്പെട്ട ഒരു കൂട്ടായ്മ സ്നേഹം നമുക്ക് നിലനിൽക്കുന്നത്. അത് തന്നെയാണ് അത്രയ്ക്ക് ഇത്. അതിനുശേഷം ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതിനകത്തൊക്കെ ലിസി നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ 2-3 ദിവസം നമ്മൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ ലിസി തന്നെ ആ ഗ്രൂപ്പ് നടത്തി അത് അന്വേഷിച്ച് വേണ്ടുന്നവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് വേണ്ടുന്ന രീതിയിലെല്ലാം ചെയ്ത് തന്നുകൊണ്ട് ഒരുപാട് ബാച്ചിന് പുറത്തുള്ളവരെയും സഹായിച്ചുകൊണ്ട് ഒരു നാടിന് തന്നെ നല്ല 62 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ CRHS 83 എന്നൊരു ബാച്ച്. ആ കൂട്ടായ്മയിലെ ഓരോരുത്തരെയും ലിസി വ്യക്തിപരമായിട്ടും കൂട്ടായ്മയിൽ കൂടി വ്യക്തിപരമായിട്ടും ഓരോരുത്തരുടെയും കാര്യം പുള്ളിക്കാരത്തി അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അത് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിലും പുറത്തുള്ള കാര്യത്തിലായാലും ലിസിക്ക് മറ്റുള്ളവരുടെ സങ്കടം അത് പുള്ളിക്കാരത്തി സ്വന്തം സങ്കടമായിട്ട് ഏറ്റെടുത്ത് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ